അല്ല, ആ പ്രശ്നം നമ്മൾ പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ ആവശ്യം പ്രതിപക്ഷ നേതാവ് ഒറ്റക്കെടുക്കേണ്ട തീരുമാനമല്ല. അത് പാർട്ടിയുടെ നേതൃത്വം മൊത്തമായി എടുക്കേണ്ട തീരുമാനമാണ്. അത് പാർട്ടിയുടെ മൊത്തം നേതാക്കന്മാർ ഇരുന്ന് ചർച്ച നടത്തി അതിന്റെ പുറത്ത് തീരുമാനമെടുക്കും. വാട്ട് എവർ ഇറ്റ് മേ ബി. പ്രതിപക്ഷ നേതാവിനെ മാത്രം കുറ്റം പറയുന്ന ഒരു രീതിയാണ് ഇപ്പൊ രാവിലെയൊക്കെ കണ്ടത്. അദ്ദേഹം മാത്രം തീരുമാനം എടുത്തു, വി ഡി സതീശൻ മാത്രമാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, ഈ സ്ഥാനാർത്ഥിത്വം അടക്കം എന്നുള്ള രീതിയിലുള്ള കുറ്റപ്പെടുത്തലുകളാണ് വന്നത് അൻവറിന്റെ ഭാഗത്ത്. അദ്ദേഹത്തിന്റെ അഭിപ്രായമാവാം. അത് അങ്ങനെ പറയുന്നത് ശരിയല്ല. ഞാൻ അദ്ദേഹത്തെ വിളിച്ചത് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടും അത് പറയുന്നത് ആവർത്തിക്കരുതെന്ന്. KC വേണുഗോപാലിൽ മാത്രമാണ് ഇനി പ്രതീക്ഷ ഉള്ളതെന്നാണ് പറയുന്നത് അൻവർ. K സുധാകരന് മുതൽ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടു അൻവറിന്. അതെ, നമ്മൾ കാലിയായല്ലോ. അൻവർ പറയുന്നതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. വി ഡി സതീശൻ എന്തെങ്കിലും എതിർപ്പുണ്ടോ അൻവർ വരുന്നതിനോട്? അത് സതീശനോടായിട്ടുണ്ട്, എന്നോടല്ല. നമ്മൾ അങ്ങനെ ഒരു പൊതുവായി നമ്മൾ ഉയർന്ന ലീഡർഷിപ്പ് ഒരുമിച്ചിരുന്നൊരു ചർച്ച ഇതിന് പുറത്ത് നടത്തിയിട്ടില്ല. അത് സത്യം. പുതിയ പ്രസിഡന്റ് വന്നു. പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ നേതൃത്വത്തിൽ ഒരു ചർച്ച അനിവാര്യമാണ്. അത് പെട്ടെന്ന് നടക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇന്ന് രാവിലെ സണ്ണി ജോസഫിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഇരുന്നൊന്ന് സംസാരിക്കട്ടെ. ഒരു വട്ടം പോലും സംസാരിച്ചില്ല. പിന്നെ വ്യക്തിപരമായ താല്പര്യങ്ങളും വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളും ഒരു പാർട്ടിക്കകത്ത് പല നേതാക്കന്മാർക്കും പലതരത്തിലുണ്ടാവാം. അത് അദ്ദേഹം പറയുന്നതൊന്നും പാർട്ടിയുടെയോ മുന്നണിയുടെയോ അഭിപ്രായമല്ല. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ആ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ആ അഭിപ്രായം മാത്രമാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ ബലാബലം പരിശോധിക്കുന്ന മാനദണ്ഡമെന്ന് ചിന്തിക്കുന്നത് തെറ്റ്. നമുക്ക് യു ഡി എഫിന്റെ നേതാക്കന്മാർ ഇരുന്ന് ചർച്ച നടത്തിയ ഒരു തീരുമാനമെടുക്കുന്നതാണ് ആ ഫൈനൽ തീരുമാനം. ആ തീരുമാനത്തിന് വേണ്ടി 2 ദിവസം കാത്തിരിക്കുക.